എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമ്മൾ ഇന്ന് തക്കാളിക്കായും വഴുതനങ്ങയും വെച്ചൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 10-20 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വൃത്തിയാക്കി അരിഞ്ഞൊന്നെടുക്കണം. അത് നമുക്ക് ഏത് രീതിയിൽ വേണേലും അരിഞ്ഞെടുക്കാം. ഞാൻ ഇതേ രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത്. അരിഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനകത്ത് പുറമേ നല്ലതാണെന്ന് തോന്നിയാലും അകത്തൊക്കെ പുഴുവൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് നോക്കിയൊക്കെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതേ രീതിയിൽ നീളത്തിലാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. ഒത്തിരി നൈസാക്കി എടുക്കുന്നില്ല. നമ്മുടെ വഴുതനങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് അത് പെട്ടെന്ന് വെന്ത് അലുത്തു പോകും. അതുകൊണ്ട് ഞാൻ ഇതേ രീതിയിൽ ഇച്ചിരി കനത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അരിഞ്ഞതിന് ശേഷം ഞാൻ കഴുകി വാരിയെടുത്താണ്, 2-3 പ്രാവശ്യം കഴുകി വാരിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് പുരട്ടി വെക്കുമ്പോൾ നമ്മുടെ ഈ വഴുതനങ്ങയിൽ എന്തെങ്കിലും കറയുണ്ടെങ്കിൽ അത് പൊക്കോളും. അതുപോലെ തന്നെ നമുക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് പിടിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് നമുക്ക് പുരട്ടി ഒന്ന് മാറ്റി വെക്കാവേ. അതിനുശേഷം ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ഉണക്കമുളക് എടുക്കാം. 5 ഉണക്കമുളക് എടുത്ത് എരിവിനനുസരിച്ച് ഉണക്കമുളക് എടുക്കാം. അപ്പോൾ അത് ഞാനൊന്ന് ഇത് രീതിയിലൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടിത് ഒന്ന് വറുത്തെടുക്കണം. ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം കുരുമുളകും കൂടെ ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ കാര്യം ഞാൻ മറന്നുപോയതാണ് പറയാനായിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറു തീയിൽ വെച്ച് വേണം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ച് ഒരിക്കലും തേങ്ങ വറുത്തെടുക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് ഭാഗം കരിഞ്ഞും കുറച്ച് ഭാഗം കരിയായി മൂക്കാതെ ഇരിക്കും. അതുപോലെ ഇതേ രീതിയിൽ വേണം വറുത്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കൊരു 1.5 ടീസ്പൂണോളം ഒരു 2 ടീസ്പൂൺ അടുത്ത് നമ്മൾ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ എണ്ണയ്ക്കകത്തും തേങ്ങയ്ക്കകത്തും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി വെച്ചിട്ട് ഇതൊന്ന് ആറാനായിട്ട് വെച്ച് കൊടുക്കാവേ. അപ്പം നമ്മുടെ ഈ തേങ്ങ വറുത്തതൊക്കെ ആറി വന്നിട്ട് അതൊരു മിക്സഡ് ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കാവേ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, ഇതേ രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ കറി തയ്യാറാക്കിയെടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വഴുതനങ്ങ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റി അതിൻ്റെ ആ വെള്ളമയവും അതെല്ലാം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ വഴുതനങ്ങ മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അയക്കുന്ന ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കണേ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഞാൻ ഇളക്കി ഇതേ രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ പരുവായി വരുമ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനിയിപ്പം നമുക്ക് വഴുതനങ്ങ വറുത്ത എണ്ണ ബാലൻസ് ഇരിക്കുന്നതിലേക്ക് നമുക്ക് ഒരു 1.25 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുത്തിട്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ തേങ്ങ വറുത്തപ്പോഴത്തേന് മുളക് ചേർത്തിട്ടാണല്ലോ വറുത്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടും. അതിനായിട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പം ഒരു 1/4 ഭാഗം വഴന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ആവിയിൽ കുറച്ച് നേരം വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചില തക്കാളിയൊക്കെ കുറച്ചൊന്ന് വെന്തുടയാൻ താമസമുണ്ട്. ചിലതൊക്കെ പെട്ടെന്ന് വെന്തുടയും. ഇത് ഇച്ചിരി പഴുക്കാത്ത തക്കാളി ആയതുകൊണ്ടാണ് തോന്നുന്നു കുറച്ചൊന്ന് വെന്തുടയാൻ താമസം എടുത്തേ. അപ്പം ഞാൻ ഈ തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഉടച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്താണ് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് നമ്മുടെ തക്കാളിക്കകത്ത് ഉള്ളിക്കകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി ആ മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഗ്രേവി എത്രയാണോ ആവശ്യം അത്രയും വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതേ രീതി കറി വെക്കുമ്പോൾ കുറച്ച് സമയമെടുത്ത് വേണം തന്നെ കറി വെക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയല്ല. നമുക്ക് കുറച്ച് സമയമെടുത്ത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കറിക്ക് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയപ്പോഴത്തേന് ഉപ്പ് കുറച്ച് കുറവാണ്, പുളി കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വാളംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഞാൻ ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുളി കൂടുതൽ വേണമെന്നുള്ളവർ വാളംപുളി ചേർത്താൽ മതി. അല്ലെങ്കിൽ തക്കാളിയുടെ പുളി കൊണ്ട് തന്നെ മതിയെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഇച്ചിരി പുളി വേണ്ടതുകൊണ്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പുളിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാനതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒത്തിരി തവി കൊണ്ട് ഇളക്കി കൊടുക്കരുത്. ചെറുതായിട്ട് ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വെച്ചപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കാം. എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പും പുളിയും എല്ലാം നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ ഈ വഴുതനങ്ങക്കറി തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല കുത്തരി ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ ഇതേ രീതിയിൽ കറി വെച്ച് കൊടുത്താൽ തീർച്ചയായിട്ടും കൂട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ നമ്മുടെ കറി റെഡിയായതിന് ശേഷം ഒന്ന് ഇളക്കി കോരി കാണിച്ചു തരാം. ഇതേ രീതിയിലാണ് നമ്മുടെ വഴുതനങ്ങ ഒന്നും ഒത്തിരി ഉടഞ്ഞു പോകാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഇത് ആറി വരുമ്പോൾ കുറുകും. അപ്പം ഞാനിതൊന്ന് ഇളക്കി കാണിച്ചു തരാം. ഇതേ രീതിയിലാണ് നമ്മുടെ കറി റെഡിയായി വന്നിരിക്കുന്നത്. ഒന്നെ തൊടാതെ നമ്മുടെ വഴുതനങ്ങായും വെന്തുടഞ്ഞൊന്നും പോകാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.